അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നാസിറു സുന്നയിലൂടെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏപ്രിൽ 14 തിങ്കളാഴ്ച ദിവസം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപനമായ പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിന്റെ തിരുമുറ്റത്ത് ചില ആളുകൾ സമസ്തയുടെ പൈതൃകത്തെയും പാരമ്പര്യത്തെയും കാറ്റിൽ പറത്തിക്കൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനവും അധികാരങ്ങളും ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ചില തെറ്റായ ജൽപ്പനങ്ങൾ നിരത്തിവെച്ച് സാങ്കല്പികമായ ഒരു ശത്രുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ചില സമസ്ത വിരുദ്ധ സുഹാബി സംഘങ്ങൾ അടിച്ചുവിടുന്ന വസ്തുതയില്ലാത്തതും നിരർത്ഥകവുമായ കുപ്രചരണങ്ങളും മൈക്ക് കെട്ടി പ്രസംഗിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ ഒരു ദിവസമാണ്. ആ സംഗമത്തിന് അവർ പേര് നൽകിയത് പൈതൃക സമ്മേളനം എന്നാണ്. യഥാർത്ഥത്തിൽ അത് ജാമിഅയെ വികൃതമാക്കുന്ന ഒരു കൂട്ടായ്മയായിരുന്നുവെങ്കിലും ആ സമ്മേളനത്തിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടും ചില നമ്മൾ ബഹുമാനിക്കുന്ന പണ്ഡിതരെ അവർ പങ്കെടുപ്പിച്ചിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. എന്നാൽ ആ പണ്ഡിതന്മാർ പരമാവധി നേരത്തെ ഇവരുടെ പ്രഭാഷണങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഇവരുടെ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ആക്ഷേപ പ്രഘോഷണങ്ങളും നടക്കുന്നതിന്റെ മുമ്പ് അവരിൽ പലരും അവിടെ നിന്ന് സ്ഥലം കാലിയാക്കിയിട്ടുണ്ട്. സൂക്ഷ്മത കൊണ്ടായിരിക്കണം. ഏതായാലും ആ പരിപാടിയുമായി ബന്ധപ്പെട്ട ഒരു അവലോകനമാണ് നാസിറു സുന്ന നടത്താൻ പോകുന്നത്. ഇതൊരു പ്രാഥമിക അവലോകനം മാത്രമാണ്. വിശാലമായ അവലോകനം ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നാസിറു സുന്നയിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം അതിനു മാത്രം വിഷയങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ മൊത്തത്തിലുള്ള ഒരു വിലയിരുത്തലിനാണ് ഇന്ന് സമയം കണ്ടെത്തുന്നത്. നമുക്കറിയാം, പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിന്റെ തിരുമുറ്റത്ത് സമസ്തയുടെ പൈതൃകത്തെ വികൃതമാക്കാൻ വേണ്ടി ഇന്ന് ആ സംഘം തടിച്ചുകൂടിയതിന്റെ കാരണങ്ങളിലേക്ക് ഇപ്പോൾ ഇനി വീണ്ടും ഞാൻ പ്രവേശിക്കുന്നില്ല. നാസിറു സുന്നയിലൂടെ മുമ്പ് നാം അത് സംസാരിച്ചതാണ്. എന്നാലും ചുരുക്കി പറയാം, എന്തിനായിരുന്നു ആ പരിപാടി എന്നതിന് ഇതുവരെ ആർക്കും ഉത്തരം കിട്ടിയിട്ടില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ മെമ്പറായ അസ്ഗർ അലി ഫൈസി ഉസ്താദിനെ പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ അധ്യാപന സേവന രംഗത്ത് നിന്നും ചില ആളുകൾ അവരുടെ താല്പര്യത്തിനു വേണ്ടി പിരിച്ചുവിടുകയാണ്. എന്തിനാണ് ഉസ്താദിനെ പിരിച്ചുവിട്ടത് എന്ന് കൃത്യമായ ഒരു കാരണം പൊതുസമൂഹത്തോടോ ആരോടുമോ അവർ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. എന്നാൽ അവരിലൂടെ ചാനലുകാർക്ക് കൈമാറിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഒരു അധ്യാപകനെ ജാമിഅയിൽ നിന്ന് പിരിച്ചുവിടാൻ അതൊട്ട് കാരണവുമല്ല. കാരണം അദ്ദേഹം പറഞ്ഞത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശമാണ്. വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളെ വിശദീകരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അസ്ഗർ അലി ഉസ്താദ് പ്രസംഗിച്ചത്. വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ പബ്ലിക്കായി പ്രസംഗിച്ചതിന്റെ പേരിൽ ഒരു പണ്ഡിതനെ അദ്ദേഹത്തിന്റെ അധ്യാപന സേവനം അവസാനിപ്പിച്ച് പിരിച്ചുവിടുന്നത് ഒരു പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിരിക്കും. എന്നാൽ അവർ അതിന് പറയുന്നത് അത് സമസ്തയുടെ ചില പണ്ഡിതന്മാരെ ആക്ഷേപിച്ചു എന്നാണ്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ആക്ഷേപിച്ചു എന്നാണ്. എങ്ങനെയാണ് ആ പറഞ്ഞത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളിലേക്ക് എത്തുക എന്നൊന്ന് വിശദീകരിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ട് ഇതുവരെ അവരാരും വിശദീകരിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട അസ്ഗർ അലി ഫൈസി ഉസ്താദിന്റെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ അൻവാറു തൊലബ സ്റ്റുഡൻസ് അസോസിയേഷൻ തങ്ങളുടെ ഗുരുനാഥനെതിരെ അനീതി പ്രവർത്തിച്ച വ്യക്തികൾക്കെതിരെ ആ തീരുമാനം അനീതിയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ആ പ്രതിഷേധ സംഗമത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളമുള്ള 10,000-കണക്കിന് സുന്നി പ്രവർത്തകർ അവിടെ തടിച്ചുകൂടി. ഇതാണ് വസ്തുത. അവിടെ ഉന്നയിക്കപ്പെട്ട വിഷയം നേരത്തെ ഞാൻ പറഞ്ഞ ഈ അനീതിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ്. എന്നാൽ അതിന് മറുപടിയാണ്, ഖണ്ഡനമാണ് എന്ന രീതിയിൽ ജാമിഅയുടെ തിരുമുറ്റത്ത് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവർ പ്രഘോഷണം നടത്തിയത് മുഴുവനും ജാമിഅയെ ചില ആളുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഒരു കഥ പറഞ്ഞുകൊണ്ട് അനാവശ്യ വിശദീകരണം നടത്തുക മാത്രമാണ് അവർ ചെയ്തത്. ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന പരിപാടിയാണ് ഇന്നലെ ജാമിഅയുടെ തിരുമുറ്റത്ത് നമ്മൾ കണ്ടത്. ആരാണ് കൂട്ടരെ ജാമിഅ നൂരിയ അറബി കോളേജിനെതിരെ കുപ്രചരണം നടത്തുന്നവർ? ആരാണ് കൂട്ടരെ ജാമിഅയെ തകർക്കാൻ ശ്രമിക്കുന്നവർ? ആരെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിന്റെ എല്ലാ നയനിലപാടുകളോടും 100% കൂടെ നിൽക്കുന്ന, സമസ്തയെ നെഞ്ചോട് ഉയർത്തിപ്പിടിച്ച് ചേർത്ത് പിടിച്ച് നടക്കുന്ന സുന്നി സമൂഹം ജാമിഅയെ തകർക്കുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? സമസ്തക്കാർ ജാമിഅയെ തകർക്കുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? എങ്ങനെയാണത് സാധ്യമാവുക? ജാമിഅ നൂരിയ അറബി കോളേജ് എന്നത് ഞങ്ങളുടെ സ്ഥാപനമാണ്, സമസ്തക്കാരുടെ സ്ഥാപനമാണ്.
ആ സ്ഥാപനം ഉമ്മുൽ മദാരിസ് എന്ന് ഞങ്ങൾ അഭിമാനത്തോടെ ആദരവോടെ വിളിക്കുന്ന ആ സ്ഥാപനത്തെ എങ്ങനെയാണ് കേരളത്തിലുള്ള സമസ്തക്കാരായ ആളുകൾ തകർക്കാൻ ശ്രമിക്കുക? മുന്നിലിരിക്കുന്ന ആളുകൾക്ക് വിവേകം ഇല്ലെങ്കിലും പ്രസംഗിക്കുന്ന ആളുകൾക്ക് അല്പമെങ്കിലും വിവേകം ആവശ്യമല്ലേ? അല്ലെങ്കിൽ പിന്നെ ആ പരിപാടി നിങ്ങൾ റെക്കോർഡ് ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യാൻ പാടില്ലായിരുന്നു. നളന്തയിൽ നിങ്ങൾ ഒരുമിച്ച് കൂടിയതുപോലെ വാതിലടച്ചുകൊണ്ടായിരുന്നുവെങ്കിൽ പിന്നെയും ഒരു പരിധിവരെ അത് വിജയിക്കുമായിരുന്നു. ഇതുപോലെ ഇല്ലാത്ത ഒരു കാര്യം ജനങ്ങളോട് ഉണ്ട് എന്ന് സ്ഥാപിച്ചുകൊണ്ട് നിരന്തരം എല്ലാ പ്രഭാഷകരും അത് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കുട്ടൻസ് എല്ലാവർക്കും പിടികിട്ടും. നിങ്ങൾക്ക് മറുപടി പറയേണ്ട വിഷയം അവിടെ ഉണ്ടായിരുന്നു. ആ വിഷയത്തിൽ മറുപടി പറയാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന നിങ്ങളുടെ തിരിച്ചറിവാണ് മറ്റൊരു രീതിയിലേക്ക് ഇതിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോവുക എന്നത്. ഈ വിഷയം ജാമിഅക്കെതിരെയുള്ള ചില ആളുകളുടെ നീക്കമാണ് എന്ന് വരുത്തി തീർക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന നിങ്ങളുടെ തിരിച്ചറിവാണ് ആ രീതിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോയത്. ഇവിടെ വിഷയം ജാമിഅ നൂരിയ അറബി കോളേജ് അല്ലല്ലോ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപനമായ ഉമ്മുൽ മദാരിസ് ജാമിഅ നൂരിയ അറബി കോളേജ് അതിന്റെ പൂർവിക പൈതൃക വഴിയിൽ നിലനിൽക്കണം, വിജയത്തോടുകൂടെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് ഉയരണം എന്ന് ആഗ്രഹിക്കുന്നവർ സമസ്തക്കാരോളം വേറെ ആരാണ്? പിന്നെ അവിടെയുള്ള അധ്യാപകർക്കെതിരെ കുപ്രചരണം നടത്തുന്നു എന്ന് ചിലർ പ്രസംഗിക്കുന്നത് കേട്ടു. അവിടെയുള്ള അധ്യാപകർക്കെതിരെ നടത്തപ്പെട്ടത് കുപ്രചരണങ്ങളാണ് എന്ന് നിങ്ങൾ പ്രസംഗിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ആളുകളും പൊതുസമൂഹവും കേട്ട പല കാര്യങ്ങളുമുണ്ട്, കണ്ട പല കാര്യങ്ങളുമുണ്ട്. ജാമിഅയുടെ അകത്തളത്തിലിരുന്നു കൊണ്ട് ബഹുമാന്യരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കൾക്കെതിരെ, അധ്യക്ഷനെതിരെ പോലും തെറ്റായ രീതിയിൽ എഴുത്തുകുത്തുകൾ നടത്തിയ ആളുകളുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളോട് ക്ലാസ് എടുക്കുന്ന വേളയിൽ SYSന്റെയും SKSSFന്റെയും അതായത് സമസ്തയുടെ പോഷക ഘടകങ്ങളുടെ സമുന്നതരായ നേതാക്കളുടെ കേരളത്തിലെ സുന്നി മനസ്സുകളിൽ രാജകുമാരന്മാരായി അരങ്ങു വാഴുന്ന ആദർശ പോരാളികളായ നേതാക്കൾക്ക് നേരെ അസഭ്യവർഷം ചൊരിഞ്ഞ അധ്യാപകർ അവിടെയുണ്ട്. ചില ആളുകൾക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വ്യാജ ത്വരീഖത്തുകളാണ് എന്ന് വിധി പറഞ്ഞ ത്വരീഖത്തുമായി അഭേദ്യ ബന്ധമുള്ളവരവിടെയുണ്ട്. ഇതൊക്കെ ജാമിഅക്കെതിരെയുള്ള ആരോപണവും ആക്ഷേപവും വിമർശനവുമായി എങ്ങനെയാണ് നിങ്ങൾ വ്യാഖ്യാനിക്കുക? ജാമിഅയെ സ്നേഹിക്കുന്ന ആളുകൾക്കാണ് ഈ രീതിയിലുള്ള ആളുകൾ അവിടെ ഉണ്ടാകുമ്പോൾ ഒന്നുകിൽ അവർ ആ നിലപാടുകൾ തിരുത്തി നല്ല രൂപത്തിലേക്ക് സമസ്തയുടെ ആദർശ വഴിയിൽ ഉറച്ചു നിൽക്കുകയോ, അതല്ല എങ്കിൽ അവരിൽ നിന്ന് ജാമിഅയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും ജാമിഅയെയും രക്ഷപ്പെടുത്തണമെന്നും ആഗ്രഹമുണ്ടാവുക ജാമിഅയെ സ്നേഹിക്കുന്നവർക്കാണ്, ജാമിഅ ഉപജീവനമാകുന്നവർക്കല്ല. അസ്ഗർ അലി ഫൈസി ഉസ്താദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉന്നയിക്കപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യം പ്രധാനമായും ഇതായിരുന്നു: അസ്ഗർ അലി ഫൈസി ഉസ്താദ് സമസ്തയുടെ മുഷാവറ മെമ്പറാണ്. അസ്ഗർ അലി ഫൈസി ഉസ്താദിനെ എന്ത് അടിസ്ഥാനത്തിൽ ജാമിഅയിൽ നിന്ന് പുറത്താക്കി? ഒരു കാരണവും പറയാതെ നിങ്ങളൊരു അധ്യാപകനെ മാറ്റി മറ്റൊരു അധ്യാപകനെ നിയമിക്കുകയാണെങ്കിൽ ഇത് ചർച്ചയാവില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ പറഞ്ഞ കാരണം ജനങ്ങളുടെ ഇടയിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നതും സംശയമുണ്ടാക്കുന്നതും ആശങ്കയുണ്ടാക്കുന്നതുമാണ്. അഥവാ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ് ചില ആളുകളുടെ ഖൈറും ഷെറും വേർതിരിച്ചറിയാത്ത രീതിയിൽ നടക്കുന്ന ആളുകളും നാൽക്കാലികളും തമ്മിൽ എന്തു വ്യത്യാസമാണുള്ളത്? ആദർശത്തിൽ കണിശത പാലിക്കാതെ എല്ലായിടത്തും കേറി നിരങ്ങുന്നതും നാൽക്കാലികളുടെ സ്വഭാവവും ഒരുപോലെയാണ്. എന്ത് വ്യത്യാസമാണുള്ളത്? മനുഷ്യൻ അങ്ങനെ ആയിക്കൂടാ എന്ന് ഒരു പണ്ഡിതൻ പണ്ഡിത ധർമ്മം നിർവഹിച്ചുകൊണ്ട് പൊതുസമൂഹത്തോട് ഉത്ബോധനം നടത്തിയപ്പോൾ അതിന്റെ പേരിൽ ഒരു പണ്ഡിതനെ നിങ്ങൾ മാറ്റി നിർത്തുമ്പോൾ, ആദർശം പറഞ്ഞതിന്റെ പേരിൽ, ദീൻ പറഞ്ഞതിന്റെ പേരിൽ, നിലപാട് പറഞ്ഞതിന്റെ പേരിലാണ് ഒരു അധ്യാപകനെ നിങ്ങൾ മാറ്റിയത് എന്ന് ആരോപണം വരുന്നത് അവിടെയാണ്. അത് വരുന്നത് ജാമിഅക്കെതിരെയല്ല. ഞങ്ങൾക്കറിയാം ആ ഒരു പ്രഭാഷണത്തിന്റെ പേരിൽ മാത്രമല്ല അസ്ഗർ അലി ഉസ്താദിനെ അവിടെ നിന്ന് മാറ്റിയത് എന്ന്. അവിടെയുള്ള ചില ആളുകളുടെ ഇസ്ലാമിക് വിരുദ്ധമായ ചില ബന്ധങ്ങളെക്കുറിച്ചും ചില ഇടപാടുകളെക്കുറിച്ചും ബഹുമാനപ്പെട്ട അസ്ഗർ അലി ഉസ്താദിനെ പോലുള്ള മുതിർന്ന ദീനീ ബോധവും ആദർശബോധവും അള്ളാഹുവിനെ പേടിയുമുള്ള പണ്ഡിതന്മാർ അത്തരം ചില ആളുകളോട് തദ്വിഷയമായി ചോദ്യം ചെയ്യുകയും അവരോടുള്ള അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്ത അന്ന് മുതൽ തുടങ്ങിയതാണ് ഇദ്ദേഹത്തെ ഇവിടെ നിന്ന് പുറത്തു ചാടിക്കണം എന്ന്.
അതിന് ഒരു കാരണം ഉണ്ടാക്കി പുറത്തു ചാടിച്ചതാണ് എന്നും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അസ്ഗർ അലി ഫൈസി ഉസ്താദിന്റെ വിഷയത്തിൽ കേരളത്തിലുള്ള സുന്നി സമൂഹം അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം നടത്തിയ പ്രതിഷേധ സംഗമത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ ഒരുമിച്ച് കൂടിയത്. ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ കൂട്ടത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് പിന്നീട് ഉണ്ടായിത്തീർന്ന പല കാര്യങ്ങളും, മുമ്പുണ്ടായിരുന്ന ചില കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയാണെങ്കിൽ പുറത്ത് പോവേണ്ട ചില ആളുകൾ അവിടെയുണ്ട് എന്നും അവരിൽ ഇന്നാലിന്ന അബദ്ധങ്ങളൊക്കെ അവരവിടെ ചെയ്തിട്ടുണ്ട് എന്നും ചില അധ്യാപകർക്ക് നേരെ വിരൽ ചൂണ്ടേണ്ടി വന്നത്. അതിന് ജാമിഅയെ വിമർശിക്കുന്നു, ജാമിഅയെ തകർക്കാൻ ശ്രമിക്കുന്നു, ജാമിഅയെ നശിപ്പിക്കാൻ വരുന്നേ എന്ന് നിങ്ങൾ ആരോടാണ് വിളിച്ചു പറയുന്നത്? ജാമിഅയെ സംരക്ഷിക്കാൻ സുന്നികളല്ലാതെ ആരാ വരിക? രാഷ്ട്രീയക്കാരോ? രാഷ്ട്രീയക്കാർക്ക് ജാമിഅ നൂരിയയും ഒരുപോലെയാണ്, ജാമിഅ നദ്വിയയും ഒരുപോലെയാണ്. അവരോടാണോ നിങ്ങൾ ജാമിഅയെ സംരക്ഷിക്കാനാണ് നമ്മൾ ഇവിടെ കൂടുന്നത് എന്ന് ആഹ്വാനം ചെയ്യുന്നത്? നിങ്ങളാണോ ജാമിഅയെ സംരക്ഷിക്കാൻ വരുന്നത്? നിങ്ങളിൽ നിന്ന് ജാമിഅ നൂരിയയെ സംരക്ഷിക്കാനാണ് കേരളത്തിലുള്ള സുന്നി സമൂഹം ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഇൻഷാ അള്ളാഹ് പ്രവർത്തിക്കുന്നതും. എന്തുകൊണ്ടെന്നാൽ അവിടെ കഴിഞ്ഞ സമ്മേളനത്തിന്റെ മുഖ്യ സംഘാടകരായി മുന്നണിയിൽ നമ്മൾ കണ്ട ചില ആളുകളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അവരെ നിങ്ങൾ മുമ്പും അതുപോലെ ഒരു കൂട്ടായ്മയായി, ഒരു പ്രത്യേക സംഘമായി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അഥവാ കോഴിക്കോട് നളന്തയിൽ അവരെ തന്നെയാണ് നിങ്ങൾ എടവണ്ണപ്പാറയിൽ ബഹുമാന്യനായ മുക്കം ഉമർ ഫൈസി ഉസ്താദ് അഥവാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറിക്കെതിരെ പരസ്യമായി സമ്മേളനം വിളിച്ചു ചേർത്ത സംഘത്തെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതൊക്കെ ഇവര് തന്നെയാണ്. എല്ലാം ഒരു സംഘമാണ്. എല്ലാവരും നമ്മൾ നളന്തയിൽ കണ്ടവരാണ്. എന്നാൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ വസ്തുത എന്താണ് എന്ന് മനസ്സിലാക്കാതെ അതല്ലെങ്കിൽ സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് ചില പണ്ഡിതന്മാർ അവിടെ വന്നിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അവർ പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയും ചെയ്തിട്ടുണ്ട്. അതല്ലാത്ത അതിന്റെ മുഴുനീളെ മുഖ്യ സംഘാടകരായി ഓടി നടക്കുന്നവരും അവിടെ പിടിക്കുന്നവരും അങ്ങോട്ട് പോകുന്നവരും ഇങ്ങോട്ട് വരുന്നവരൊക്കെ നളന്തയിലും എടവണ്ണപ്പാറയിലും ഒക്കെ നമ്മൾ കണ്ടവരാണ്. ബഹുമാനപ്പെട്ട അസ്ഗർ അലി ഫൈസി ഉസ്താദിന്റെ ശിഷ്യന്മാരുടെ സംഘം പെരിന്തൽമണ്ണയിൽ സമ്മേളനം നടത്തിയതിനെ വിമർശിച്ചുകൊണ്ട് വലിയ ഉപദേശം നടത്തുന്ന ചില ആളുകളെയൊക്കെ നമ്മൾ കണ്ടു. ഈ ഉപദേശം നടത്തുന്ന ആളുകൾ പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സമസ്തയുടെ മുശാവറക്ക് കത്തുകൊടുത്തുകൊണ്ടോ ഇല്ലെങ്കിൽ കമ്മിറ്റിക്കാരോട് കത്തുകൊടുത്തുകൊണ്ടോ അറിയിച്ചുകൂടായിരുന്നോ എന്നാണ്. ആരാണ് ഈ ചോദിക്കുന്നത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദിനെതിരെ ഉമർ ഫൈസി ഉസ്താദിനെ സമസ്തയിൽ നിന്ന് പുറത്താക്കണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എടവണ്ണപ്പാറയിൽ സമ്മേളനം വിളിച്ചു കൂട്ടിയവർ, ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദിനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നടക്കാത്ത പ്രമേയം എടവണ്ണപ്പാറയിൽ വായിച്ചു വഷളായവർ, അവരാണ് ഈ കുട്ടികൾ സംഘടിപ്പിച്ച പരിപാടിക്കെതിരെ വലിയ ഒരു സമ്മേളനമാണ് എന്ന് പ്രചണ്ഡമായ പ്രചരണങ്ങളൊക്കെ നടത്തിയ ആളുകളെ വിളിച്ചുകൂട്ടിയ കഥ ഞാൻ പറയാം. വിളിച്ചുകൂട്ടിയിട്ട് നിങ്ങൾക്കിത് മുശാവറയോട് പറഞ്ഞുകൂടായിരുന്ന മക്കളെ എന്ന് അവിടെ നിന്ന് വലിയ ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. ആരാണ് ഈ കൊടുക്കുന്നത്? ഒരു മുശാവറ മെമ്പറെ പുറത്താക്കാൻ വേണ്ടി, അതും സമസ്തയുടെ സെക്രട്ടറിയെ പുറത്താക്കാൻ വേണ്ടി സമ്മേളനം വിളിച്ചുകൂട്ടി പ്രമേയം അവതരിപ്പിച്ചവർ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് സമാന്തരമായി സമ്മേളനം നളന്തയിൽ സംഘടിക്കാൻ വേണ്ടി കോപ്പുകൂട്ടിയവർ, പ്രത്യേക സമിതി രൂപീകരിച്ചവർ, സമസ്തയുടെ നേതാക്കളെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി പല കോപ്രായങ്ങളും കാട്ടിക്കൂട്ടിയവർ, ഒന്നും വിജയിച്ചില്ല എന്നൊരു വസ്തുത. അതൊക്കെ പരാജയപ്പെട്ടപ്പോഴാണ് ഇപ്പോൾ ജാമിഅയിൽ അവർ പുതിയ ഒരു ഇടം കണ്ടെത്താനുള്ള ഒരു ശ്രമം. ഇതൊക്കെ ചീട്ട് കൊട്ടാരം പോലെ തകർന്നു പോവുക തന്നെ ചെയ്യും. കാരണം നിങ്ങളുടെ ഉദ്ദേശം എന്താണ് എന്ന് സുന്നി സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ ആളുകൾ സംഘടിപ്പിച്ച രൂപവും അതുപോലെ അവിടെ നടന്ന പ്രഭാഷണങ്ങളെ കുറിച്ചും ഓരോ ആളുകളുടെ പ്രഭാഷണങ്ങളെ കുറിച്ചും പ്രത്യേകമായി സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോകളിലൂടെ നാസിർ സുന്നയിലൂടെ ഓരോ കാര്യങ്ങളും സവിസ്തരം ചർച്ച ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങളുടെ കാപട്യവും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തോട് നിങ്ങൾ കാലാവസ്ഥക്കനുസരിച്ച് കാണിക്കുന്ന സ്നേഹപ്രകടനവും നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നേതൃത്വത്തിനെതിരെ രഹസ്യ മീറ്റിങ്ങുകൾ വിളിക്കുന്നതും നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ മെമ്പർമാർക്കും നേതാക്കൾക്കുമെതിരെ പരസ്യമായി സമ്മേളനങ്ങൾ വിളിച്ച് സമൂഹത്തിൽ സമസ്തയെ അപകീർത്തിപ്പെടുത്താനും സമസ്തയെ ബലഹീനമാക്കാനും നിങ്ങൾ നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളും ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ജാമിഅയുടെ തിരുമുറ്റത്ത് അതിന്റെ പൈതൃകത്തെ കളങ്കപ്പെടുത്താൻ വേണ്ടി കളങ്കപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രഭാഷണങ്ങളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് നാസിർ സുന്നയിലൂടെ ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഓരോ പരാമർശങ്ങളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നയനിലപാടുകളുമായി നിങ്ങൾക്കുള്ള ബന്ധം, അതിനോട് നിങ്ങൾ കാണിച്ച ആത്മാർത്ഥത,
നിങ്ങൾക്ക് എത്രമാത്രം സമസ്തയോട് കൂറുണ്ട്. അതുപോലെ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകളെ സാധാരണ സുഹാബികൾ സോഷ്യൽ മീഡിയയിൽ വ്യാജ ഐഡികളിലും മറ്റും വന്നുകൊണ്ട് ഉന്നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ചാപ്പയടിയുടെ തനിയാവർത്തനം, അവിടെ കമ്മ്യൂണിസ്റ്റ് ചാപ്പയടിക്കാൻ വേണ്ടി പ്രത്യേകം കൊട്ടേഷൻ എടുത്ത് കൊണ്ടുവന്ന വലിയ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ചാപ്പയടിയുടെ യഥാർത്ഥ രൂപവും അദ്ദേഹം ഫിത്തനയുണ്ടാക്കുന്നതിനെതിരെ ഘോരഘോരം പ്രഭാഷണം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ ആ പ്രഭാഷണം ആരോടാണ് നടത്തേണ്ടത് എന്നും ഇൻഷാ അള്ളാഹ് തെളിവുകൾ സഹിതം നാസിർ സുന്നയിലൂടെ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.